എൻ്റെ പേര് കേഡറ്റ് അരവിന്ദൻ നായർ. മദ്യത്തിലും മയക്കുമരുന്നിലും മാത്രം ഒതുങ്ങുന്ന ഒരു ഇതാണോ ലഹരി? ലഹരി എന്നത് മദ്യത്തിലും മയക്കുമരുന്നതിലും മാത്രം ഒതുങ്ങുന്ന ഒരു വസ്തുവാണ്. യെസ് സർ. ഒരിക്കലുമല്ല. അമിതമായിട്ട് എന്തുവായാണെങ്കിലും അതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത ലഹരിയാണ്. ലഹരി നമുക്ക് പലതരത്തിലുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. ഇപ്പം മദ്യവും മയക്കുമരുന്നും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെ ലഹരി നമുക്ക് ആവശ്യമില്ല. കാര്യം അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. മറിച്ച് നിങ്ങൾക്ക് പഠനം ഒരു ലഹരിയാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിക്കറ്റോ ഫുട്ബോളോ, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട്, കലകളോ വായന, ഇതെല്ലാം ലഹരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തലച്ചോറിൽ നമുക്ക് അതിനാവശ്യമായുള്ള സന്തോഷം ലഭിക്കും. അപ്പം അതിലേക്ക് നമുക്ക് ലഹരി പോകാം. അത് ലഹരി നല്ലതാണ്. മറിച്ച് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ലഹരികൾ, അതുമായിട്ട് മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ലഹരികൾ, അതൊന്നും നമ്മൾ ജീവിതത്തിൽ ഉപേക്ഷിക്കണം. അപ്പം നല്ല ലഹരികൾ തിരഞ്ഞെടുക്കുക, ചീത്ത ലഹരികൾ നമുക്ക് ഉപേക്ഷിക്കുക. യെസ്, മോളെ പേരൊന്ന് പറയാമോ? ഒരു മിനിറ്റ്. റെഡി. Jain sir, I am Ket Tahana Roshan from 80 from Vidyadharaja Vidyapidam Sainik School. Sir, how can social medias and online platforms relate with the crime cases of drug abuse? സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് കേസുകൾ കണ്ടുവരുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയകൾ, എക്സൈസിന് സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വരുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് കേസെടുക്കേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കേസെടുക്കും. സോഷ്യൽ മീഡിയകൾ തീർച്ചയായിട്ടും സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും നമ്മുടെ രാജ്യമാണെങ്കിലും ഈ സോഷ്യൽ മീഡിയകൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് രാജ്യത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ, നമ്മൾ രാജ്യസുരക്ഷയായിട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിനുള്ള കേസെടുക്കും. മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് എന്നുണ്ടെങ്കിൽ എക്സൈസ് എടുക്കും, അല്ലെങ്കിൽ പോലീസ് എടുക്കും. അപ്പം സോഷ്യൽ മീഡിയകൾ തീർച്ചയായിട്ടും ക്രൈമിന് കാരണമാകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വിവിധ ഏജൻസികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. യെസ്, പേരൊന്ന് പറയും മോളെ ആദ്യം. My name is Cadet Vinamrata Arora. So my question is, how can the students distinguish between a genius medicine and a medicine which is not misused? Once more questions. How can the students understand between how the genius medicine is used and how people are misusing the common medicines? നമ്മൾ ഈ മയക്കുമരുന്നുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ കോമൺ മാർക്കറ്റിൽ നമുക്ക് കിട്ടില്ല. കാര്യം ഡോക്ടേഴ്സാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് നമ്മൾക്ക് നൽകുന്നത്. ബാക്കി നമ്മൾ വേറെ ആരുടെയും അടുത്ത് പോയിട്ട് നമ്മൾ മെഡിസിൻസ് എടുക്കാൻ പാടില്ല. എല്ലാ മെഡിസിൻസും ഡ്രഗ്സ് എന്നാണ്, നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെഡിസിൻ വേണമെങ്കിൽ, ഡ്രഗ്സ് വേണമെങ്കിൽ, നിങ്ങളുടെ അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറാണ് നൽകുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ബാക്കി കിട്ടുന്ന എല്ലാം നിങ്ങൾക്ക് ലഹരി തന്നെയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ജെന്യുവനായിട്ടുള്ള മെഡിസിൻ സമൂഹത്തിന് നൽകേണ്ടത് ഡോക്ടേഴ്സാണ്. ഡോക്ടർ തരുന്ന മെഡിസിൻ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ബാക്കിയെല്ലാം നിങ്ങളെ മിസ്യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്, അത് ഉപയോഗിക്കാതിരിക്കുക. എക്സലന്റ് ക്വസ്റ്റ്യൻസ്. യെസ്, അടുത്ത ആള്. മോളെ പേരൊന്ന് പറയണേ. My name is Reya Saju. So my question is that mostly people use these drugs because they are stressed or they have some internal personal issues or emotional issues. So how can they channel it alternately? Like, is there any alternate solution to it other than being addicted to something? Yes. അതിന് ഞാൻ ആദ്യം ക്ലാസ് എടുത്തപ്പോഴും നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്. നമുക്ക് അഡിക്ഷൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾക്ക് മാറ്റാൻ കഴിയത്തില്ല. അപ്പോൾ പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് സന്തോഷം ലൈഫിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഇപ്പം നിങ്ങളുടെ അംബിഷൻസ് എന്താണോ, നിങ്ങൾക്ക് ഒരു കഴിവുകളുണ്ട്, ആ അംബിഷൻസ് അനുസരിച്ച് നിങ്ങൾ വളരണം. വളരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് പോകും. ഈ ഹാപ്പിനെസ് പോകുമ്പോഴാണ് നിങ്ങൾ എന്തിലേക്ക് പോകുന്നത്? അടുത്ത ആൾട്ടർനേറ്റ് മെത്തേഡായിട്ടുള്ള മയക്കുമരുന്നുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാലയങ്ങൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് തൊഴിൽ കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ മയക്കുമരുന്നുകളിലേക്ക് പോകില്ല. മയക്കുമരുന്നിന് പോകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നിങ്ങളുടെ ഇപ്പോഴത്തെ വിദ്യാലയത്തിൽ ഇരുന്ന് നിങ്ങളുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തുക എന്നാണ്. അതാണ് പ്രധാനം. യെസ്, നെക്സ്റ്റ്.
Jain sir, I am Cadet Veda Vipin. My question is, what all rehabilitation programs are offered by government to recover from drug insight? നമ്മൾ ഒന്നാമതായി ഓർക്കേണ്ടത് അതിന് അഡിക്റ്റ് ആകാതിരിക്കുകയാണ് ആദ്യത്തെ ഒന്നാമത്തെ വേണം. അല്ലാതെ നമുക്ക് എന്തെങ്കിലും വന്നിട്ട് ചികിത്സിക്കുക എന്നല്ല, നമ്മൾ വരാതിരിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. മനസ്സിലായോ? ഈ ഒപ്പിയം മീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് എക്സൈസിലുണ്ട്. എന്തിനാണ്? ഒപ്പിയം കഴിച്ചവർക്ക് അത് പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീണ്ടും വീണ്ടും കൊടുത്തിരിക്കും. പക്ഷെ ഇപ്പം ആ ലൈസൻസ് കൊടുക്കുന്നില്ല. അപ്പം ഇതിനുള്ള ബോധവൽക്കരണം എന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ഒരു അഡിക്റ്റ് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക, ഇത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ തീരുമാനിക്കണം. കാര്യം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുമ്പം നമ്മൾ മാത്രമാണ് മാറുന്നത്. തിരിച്ചു വരുമ്പം നമ്മുടെ സമൂഹം മാറുന്നില്ല, നമ്മൾ മാത്രമാണ് മാറുന്നത്. അപ്പം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾക്കുണ്ടാകും. അപ്പം അതിനെയും കൂടി നമ്മൾ അഭിമുഖീകരിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഡിക്റ്റ് ആകാതിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. യെസ് സർ, എൻ്റെ പേര് ആർഷ. മൈ ക്വസ്റ്റൻ ഈസ്, ഇതിൻ്റെ പേരൻസിൻ്റെ റോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ? പിന്നെ കുറേ വീടുകളിൽ അവസ്ഥ മോശമാണല്ലോ, അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമ്മുടെ വീടിൻ്റെ അവസ്ഥ മാറണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ തന്നെ വിചാരിക്കണം. ഇനി അവരെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ മാറ്റാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സ്വയം മാറുക. നമ്മൾ ഈ മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവരോട് ഒരു മെസ്സേജ് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുക വേണ്ടത്. അല്ലാതെ പറഞ്ഞു കൊടുക്കുന്ന മെസ്സേജുകൾ ആരും ഒരിക്കലും ഒരാളുടെയും ജീവിതത്തെ അഫക്റ്റ് ചെയ്യത്തില്ല. മറിച്ച് ലോകത്തിലുള്ള എല്ലാ മഹാന്മാരും ചെയ്തത് അവർ നമ്മൾ ഓർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെസ്സേജ് പറഞ്ഞു പോയ ആൾക്കാരല്ല, മറിച്ച് അവരുടെ ജീവിതമാണ് മാതൃക. ജീവിത മാതൃക കണ്ടിട്ടാണ് പറഞ്ഞത് ഇന്ന ആൾ ഇന്ന മാതൃകയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ പോയിട്ട് ഈ ഇന്ന കാര്യങ്ങൾ കേട്ടോ നിങ്ങൾ മാറണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കൾ മാറില്ല. നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ റോൾ മോഡലായി മാറുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ പറ്റൂ. ഓക്കെ, സ്വയം മാറുക. അപ്പം നിങ്ങളുടെ ഒപ്പം ലോകവും മാറിക്കൊണ്ടിരിക്കും. എക്സലന്റ് ക്വസ്റ്റ്യൻസ്. യെസ്, അടുത്തത് മോനെ. മൈക്ക്. My name is Cadet Tanish Raj. My question is that what type of operations and activity you are doing to remove underground mafia drugs campaign? യെസ്, എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിന്റെ പേര് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ തണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് നാർക്കോട്ടിക് ഡ്രഗ്, ഞങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളത് പറഞ്ഞു, ഇതിൻ്റെ ഇന്ത്യ മുഴുവനുമുള്ള മയക്കുമരുന്നിനെ നിയന്ത്രിക്കുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് ആക്ട് 1985 എന്ന് പറഞ്ഞ നിയമത്തിന്റെ കീഴിലാണ്. ഈ നിയമത്തിന്റെ കീഴിൽ 2008 500 കേസാണ് എക്സൈസ് എന്നെടുത്തത്. എക്സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 5200 പേര് മാത്രമുള്ള ഒരു ചെറിയ സേന. എത്ര? 5200 പേര്. ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 230ഓളം വരുന്ന ഒരു സേനയാണുള്ളത്, 230 പേര്. മൊത്തത്തിൽ 5200 5300 മാത്രം സ്ട്രെങ്തുള്ള ഒരു ചെറിയ സേനയാണ്. ഈ സേന 2008 500 കേസാണ് എടുത്തെങ്കിൽ കഴിഞ്ഞ വർഷം അത് 14,000 കേസുകളാണ് എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, എക്സൈസ് എടുക്കുന്ന കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്, നിങ്ങൾ പറഞ്ഞു കൺവിക്ഷൻ റേറ്റ് 95%. അതായത് പിടിച്ചു കഴിഞ്ഞാൽ മിനിമം 5 പ്രതികൾ മാത്രമേ വിട്ടുപോകുന്നുള്ളൂ, ബാക്കി 95 പ്രതികളും ജയിലിൻ്റെ ഉള്ളിൽ ആണ്. മാത്രമല്ല, ഇതിൽ പിടിക്കുന്നതെല്ലാം പലതും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസസിലാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് എലാബറേറ്റഡ് ആണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൊണ്ടുവന്ന അക്കൗണ്ട്സ് ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ നിങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാം നോക്കും. ഞാൻ വയനാട് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുറേ കേസുകളുണ്ടായിരുന്നു. ഈ കേസിൽ ഞാൻ 10 പ്രതികളെ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് അതിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അതിലൊരു പ്രതി നോക്കിയപ്പോഴത്തേക്ക് അക്കൗണ്ടിൽ പൈസ വന്ന പോയിരിക്കുന്ന അക്കൗണ്ട് 12 അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകളിൽ നിന്ന് പൈസ പോയിരിക്കുന്നത് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു മുഹമ്മദ് ജാമി അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ പ്രതി, നൈജീരിയൻ പ്രതിയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചു നോക്കിയപ്പോഴത്തേക്ക് 2 കേസിൽ പോയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു അക്കൗണ്ടിൽ തന്നെ ഒരു മാസം 2 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ കണ്ടു. അപ്പോൾ എന്ത് നമ്മൾ വാറണ്ട് വാങ്ങിച്ചു, കൽപ്പറ്റ കോടതിയിൽ നിന്ന് പോയി വാറണ്ട് വാങ്ങിച്ചു. നമ്മൾ ഡൽഹിയിൽ പോയി, നമ്മൾ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്ക് ഡൽഹിയിലുണ്ട്. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് തിരിച്ച് അവൻ നൈജീരിയയിലേക്ക് പോയെന്ന് തോന്നി. അപ്പം ഞങ്ങൾ സെൻട്രൽ ഐബിയുടെ സഹായം തേടിയപ്പോൾ അവൻ നൈജീരിയയിലാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിന് പോകുന്നതിന് മുമ്പ് ഇവൻ്റെ 12 അക്കൗണ്ടുകളും ഞാൻ നേരത്തെ പറഞ്ഞു 68F പ്രകാരം ഞങ്ങൾ
ഫ്രീസ് ചെയ്തിരുന്നു. ഫ്രീസ് ചെയ്തതിന് ശേഷം എന്താണ്, ആ ബാങ്കിൽ ചെന്ന് ഒരു ബാങ്കിൽ ചെന്നു, 12 ബാങ്കിൽ ഒരു ബാങ്കിൽ ബാങ്കിന്റെ പേര് പറയുന്നില്ല, ചെന്നു എന്താണ് ബാങ്ക് മാനേജറൊക്കെ ചെന്ന് പറഞ്ഞു, മനസ്സിലാക്കിച്ചു. അദ്ദേഹം ഒരു CBI ഉദ്യോഗസ്ഥൻ്റെ ഒരു മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലായി. അദ്ദേഹത്തിനെ കൊണ്ട് വാട്സപ്പിൽ കൂടി നമ്മൾ വിളിച്ചു വരുത്തി. എന്ന് പറഞ്ഞു, നിന്റെ അക്കൗണ്ടൊക്കെ അൺഫ്രീസ് ചെയ്ത് തരാം, എന്താ നീ വരിക, നാട്ടിൽ വരിക, നിന്റെ ബയോമെട്രിക് എവിഡൻസ് വേണം, അതുമാത്രമല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റും വേണമെന്ന് പറഞ്ഞു. അവനെ തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചു വരുത്തി. എന്താണ്, ഇനി നമ്മൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതി പോലീസിലോ എക്സൈസിലോ സെൻട്രൽ ഏജൻസിയിൽ വന്നു കഴിഞ്ഞാൽ ഇവന് രാജ്യം വിട്ടു പോകാനായിട്ട് പറ്റില്ല. ലുക്കൗട്ട് സർക്കിൾ ഇറക്കാം. എന്താണ് അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സർക്കിൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ എയർപോർട്ടുകളിലും അതിൻ്റെ അലേർട്ട് പോകും. പിന്നെ അവൻ എവിടെ നമ്മൾ വന്നാലോ പോയാലോ അന്നേരം തന്നെ ലോക്കാവും. അപ്പം ഞങ്ങളത് ലുക്കൗട്ട് സർക്കിൾ ഇറക്കി. അതിനുശേഷം നമ്മളവനെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ഡിസംബർ മാസം 10-ാം തീയതി അവൻ അറസ്റ്റ് ചെയ്തു. നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം എക്സൈസിൽ 2 കേസ് കൂടി അവൻ്റെ പേരിലെടുത്തു. പോലീസിലെ നൂറിനാട് പോലീസ് സ്റ്റേഷനിലെ 2 കേസുകൾ ഫോർമൽ അറസ്റ്റ് അവനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസിൽ 2 കേസ്, എക്സൈസിൽ 3 കേസ് ഇപ്പോൾ ആയിട്ടുണ്ട്. അവന് 5 കേസുണ്ട്. അങ്ങനെ വളരെ വിശദമായിട്ടാണ് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അതായത് പിടിച്ചെടുക്കുന്ന, ഇപ്പം തന്നെ കോഴിക്കോട് ഒരു കേസ് പിടിച്ചിട്ട് അവന് ഗോവയിൽ പോയി ആണുപോലെ തന്നെ ഒക്കെ പോയി പ്രതികളെ പിടിച്ചു, രാജസ്ഥാനിൽ പോയി പ്രതി പിടിച്ചു. അപ്പം ഒരു അന്വേഷണം ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അത് തുടർച്ചയായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിയാണ് ഞാൻ അന്ന് അറസ്റ്റ് ചെയ്യുന്നത്, NDPS CR നമ്പർ 82/2025. അതിൽ ഞാൻ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഒരു പ്രതിയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പം ആ കേസിൽ 8 പ്രതികളോളം ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേസിൻ്റെ അന്വേഷണം ചെറുതായിട്ട് ചുരുങ്ങുന്നില്ല, വളരെ വലുതായിട്ടാണ്, വിശാലമായിട്ടാണ് ഇപ്പം കേസുകൾ എല്ലാം പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്. I am Yadukrishnan Prasanna Kumar. I am in 12th standard. So my question is very simple. How do we say no? How do we develop the mental strength to say no? As you sir said that often people don't have the confidence to say no, right? Due to peer pressure as well, we often get into things that we are not interested in doing. And a lot of people often freeze in such situations. So how do they develop the mental strength to say no to such a person in such a situation? That's my question. സത്യത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറച്ച് അക്ഷരം പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ല. ഒരു കുട്ടിയെ അവൻ വളർന്നു വരുന്ന സമയത്ത് അവനെ ശാരീരികമായും മാനസികമായും ആത്മീയമായും മെൻ്റലിയും അവനെ ശക്തിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് വിദ്യാലയം. അവൻ വളരുമ്പോൾ എന്തൊക്കെ വളരണം? ശരീരം മാത്രം വളർന്നാൽ പോരാ, അവന് മെൻ്റൽ പവർ കൂടി വേണം. അത് കൂടി വളരുന്ന ഒരു ഇടമാണ്. അത് പലപ്പോഴും കുട്ടികൾക്കില്ല. പലപ്പോഴും A+ എന്ന് പറഞ്ഞ് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം ഒരു കലാലയത്തെ ആക്കി തീർക്കുമ്പോഴാണ് പലപ്പോഴും പെട്ടെന്നൊരു ടീച്ചർ അധ്യാപകൻ വഴക്ക് പറഞ്ഞു, പെട്ടെന്ന് അവൻ എടുത്തു ചാടുന്നത്. കാര്യം പലപ്പോഴും നിങ്ങളെ വഴക്ക് പറയുന്നത് നിങ്ങളെ പ്രഷർ. ഇപ്പം ഞാൻ പോലീസിലെ MSPയിലായിരുന്നു. അതിനുശേഷമാണ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് വന്നത്. ഈ 2 സ്ഥലങ്ങൾ വരുമ്പം വളരെ പണിഷ്മെൻറ്റ് പലപ്പോഴും കിട്ടും, പലപ്പോഴും ഹാർഡായിട്ടുള്ള വർക്കാണ് ചെയ്യിപ്പിക്കുന്നത്. എന്തിനാണ്? നമ്മൾ ഒരു സ്ഥലത്തും ചെന്ന് ഡൗൺ ആകാൻ പാടില്ല. സത്യത്തിൽ നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. മാനസികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതാകണം നിങ്ങളുടെ വിദ്യാഭ്യാസം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെൻ്റൽ പവർ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നീ ആണാണോടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കടാ, നീ ആണാണോ അടിക്കടാ എന്ന് പറഞ്ഞാൽ അടിക്കും. അതിന് പകരം ഞാൻ ആണ് തന്നെയാണ്, ഞാൻ അതുകൊണ്ട് തന്നെയാണ് നോ പറയുന്നതെന്ന് പറയാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഈ വിദ്യാലയത്തിൽ നിന്നുണ്ടായില്ലെങ്കിൽ നിങ്ങൾ പിയർ പ്രഷറിൽ പെട്ടുപോകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. യെസ് മോനെ, പേരൊന്ന് പറയോ? മൈക്ക്. Jain sir, my name is Karajasvi Punit Krishna. My question is that does drug abuse depends on cyber crime and do you take action on it? യെസ്, നമ്മൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇപ്പം പലപ്പോഴും മയക്കുമരുന്നുകൾ പലപ്പോഴും വരുന്നത് ഇപ്പം എല്ലാവരുടെ കയ്യിൽ നെറ്റുണ്ട് അല്ലേ? നെറ്റുള്ള സമയത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഡാർക്ക് വെബ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് പറ്റും? മയക്കുമരുന്ന് കണ്ടെത്തും. പക്ഷേ ഒരുപാട് കേസസുകൾ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന കൊറിയറും മറ്റുമൊക്കെ ഇങ്ങനെ ഓൺലൈൻ വഴി കൊടുത്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം സിഗരറ്റ് വരെ നിരോധിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് സിഗരറ്റ് വരെ നിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ പോയാൽ പോലും കേസെടുക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും
അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. ഇതെല്ലാം കണ്ടുപിടിക്കപ്പെടും, ഇതെല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നു. സോഷ്യൽ മീഡിയകളെല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ കരുതുന്നത് നമ്മുടെ ഫോണിലിരിക്കുന്ന സാധനങ്ങൾക്ക് വളരെ സേഫാണ്. ഒരിക്കലുമല്ല. ഇത് മനുഷ്യനുണ്ടാക്കിയ കുറച്ച് സോഫ്റ്റ്വെയർ മാത്രമാണ്. നിങ്ങളുടെ മൊബൈലിൽ എന്താണ് ഉള്ളതെന്ന്, നിങ്ങൾ എവിടെ പോകുന്നു എന്ന് പോലും, എത്ര സ്പീഡിൽ പോയി, എത്ര സ്ഥലത്ത് താമസിച്ചു എന്നൊക്കെ പോലും നിങ്ങൾ പല സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയുന്നില്ല. അത് ഓണാക്കിയിട്ടിട്ടുണ്ടാവും. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എക്സൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ആദ്യം പരിശോധിക്കുന്നത്. ആ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എവിടൊക്കെ നിന്നു, എവിടൊക്കെ താമസിച്ചു, ഏതൊക്കെ സ്പീഡിലാണ് നിങ്ങൾ പോയത്, ഏതൊക്കെ വാഹനത്തിലാണ് യാത്ര ചെയ്തെന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിൽ ഉണ്ട്. അത് എക്സൈസിൻ്റെ, ഞാൻ എടുക്കുന്ന പല കേസുകളിൽ നോക്കിയിട്ടുണ്ട്. എനിക്ക് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ സ്റ്റാഫുകൾ, ഇങ്ങനെയാണ് സാറേ എന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു തീർച്ചയായിട്ടും ഇങ്ങനെ സൈബർ ക്രൈം നടത്തിയിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകാം എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും പിടിക്കപ്പെടും. യെസ്, ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പേരൊന്ന് പറയൂ. പേര്? എൻ്റെ പേര് പ്രണവ് പ്രദീപ്, 12A. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സ് കാരണമൊക്കെ ആണല്ലോ ആൾക്കാർ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം സ്റ്റുഡൻസായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അക്കാഡമിക് പ്രഷറുണ്ട്. അപ്പോൾ ഈ അക്കാഡമിക് പ്രഷർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസേജ് യൂത്തിൻ്റെ കുറയത്തില്ലേ? മോനെ, ഇതല്ലെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെ ആയിരുന്നതെങ്കിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ലൈഫ് എപ്പോഴും നമുക്ക് ഒരുപാട് സ്ട്രെയിൻ തരും. ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാകുന്നത്? പഠനത്തിൻ്റെ സ്ട്രെസ് ഉണ്ടാകും, അല്ലേ? ഇനി നിങ്ങൾ പഠിച്ചു തീർന്നു, നിങ്ങൾക്ക് കുറച്ച് പഠനം മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഡോക്ടറായിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഡോക്ടറായിരിക്കുന്ന സമയത്ത്, നിങ്ങളൊരു ഡോക്ടറായിരിക്കട്ടെ, നിങ്ങൾ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഒരു ഓപ്പറേഷൻ വരികയാണ്. ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് പറയാണ്, വരുന്ന ആൾ വണ്ടി കൊഴുകാൻ പറയാണ്, നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്താണ് പോകുന്നത്? മറ്റേ പേരെന്താ? പ്രണവിൻ്റെ അടുത്ത്. അയ്യോ, അവൻ കുറച്ച് പഠിച്ചിട്ടുള്ളൂ, കുറച്ച്. അവൻ്റെ അടുത്ത് ഓപ്പറേഷൻ പോയി, ആള് പോയി, തകർന്ന് തട്ടിപ്പോയി. തട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരുമോ? പകുതി ഓപ്പറേഷൻ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പം അത് സ്ട്രെയിൻ എടുക്കണം. എന്ത് കിട്ടണമെന്നെങ്കിലും സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നൊന്നും വാങ്ങിക്കരുത്. നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്താണ്? ഓസിന് കിട്ടിയാൽ ആസിറ്റും വാങ്ങിച്ചു കുടിക്കുന്നു. ഓസിനൊന്നും പേടിക്കരുത്, അതിന് പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാകും, അല്ലേ? നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം ഉണ്ടാകും, നമ്മളെ പീഡിപ്പിക്കാനുള്ള ലക്ഷ്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിൻ എടുത്ത് തന്നെ പഠിക്കണം, സ്ട്രെയിൻ എടുത്ത് തന്നെ പഠിക്കണം. ഞാനൊക്കെ 16-17 മണിക്കൂറൊക്കെ ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അത് അല്ലാതെ നമുക്കൊന്നും ഫ്രീ ആയിട്ട് ഈ ലോകത്ത് ആരും കൊണ്ടു തരില്ല. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരണം. നിങ്ങളൊരു പാലം പണിയുന്നു, എഞ്ചിനീയർ പണിയുന്നു, നിങ്ങൾ പകുതിയെ പഠിച്ചിട്ടുള്ളൂ, പകുതിയെ പഠിക്കാതെ നിങ്ങൾ പറയാണ്, വണ്ടി പോകുമ്പോഴത്തെ പറയാം, അവനെടുത്ത പ്രണവ് എടുത്ത പാല പോകരുത്, നമ്മൾ താഴെ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ആ വഴി പോവുമോ? ഒരു രാജ്യം നശിച്ചു പോകണമെങ്കിൽ ആ വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചാൽ മതി. അവിടുത്തെ എന്താണ്, നിയമം പഠിക്കാത്ത വക്കീലന്മാർ വരും, നന്നായിട്ട് പാലം പണിയാത്ത എഞ്ചിനീയർമാരുണ്ടാകും, നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാത്ത ഡോക്ടേഴ്സ് ഉണ്ടാകും. എല്ലായിടങ്ങളിലും എന്താണ്, ക്രമക്കേടുകൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് സ്ട്രെയിൻ എടുത്ത് പഠിക്കുക. യെസ്, മോളെ. നമസ്തേ, എൻ്റെ പേര് അനന്തലക്ഷ്മി, 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പം നമുക്ക് പൊതുവേ വരുന്ന ഒരു അവയർനെസ് ക്ലാസ് ആണ് സേ നോ ടു ഡ്രഗ്സ്, മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും അടിമപ്പെടരുതെന്ന്. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ നാട്ടിൽ എത്രയോ ബാറുകളും ബിവറേജസും ആണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മദ്യവും അതുപോലെ തന്നെ സിഗരറ്റുകളൊക്കെ തന്നെയല്ലേ നമുക്ക് വിതരണം ചെയ്യുന്നത്. ഇതിന് ലൈസൻസ് ഗവൺമെൻറ് കൊടുക്കാൻ കാരണം എന്താ? നമ്മൾ യുവത്വം നല്ല രീതിയിൽ പോകണം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടരുതെന്ന് പറഞ്ഞിട്ട് അത് അടിമപ്പെടുത്താൻ സഹായിക്കുന്ന കേന്ദ്രങ്ങളല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും നല്ലതാണോ? മനുഷ്യൻ പറയാല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, മനുഷ്യന് 2 സൈക്കോളജിക്കൽ പില്ലർ ഉണ്ടെന്നല്ലേ. ഒന്ന്, മനുഷ്യന് പലതിനോടും മതി എന്ന് പറയാനായിട്ട് പറ്റില്ല, വീണ്ടും വീണ്ടും വേണം എന്നുള്ളത്. 2, അഡിക്ഷൻസ്, ഒന്നിൽ നിന്ന് അടുത്ത അഡിക്ഷൻസിലേക്ക് പോകും. ഇപ്പം പല സമയങ്ങളിലും നമുക്ക് രാജ്യത്തിൻ്റെ നമ്മൾ പരിശോധിക്കുകയാണ്, ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും മദ്യനിരോധനം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എന്താണ്, മനുഷ്യൻ ആ അഡിക്ഷൻ ഇല്ലായ്മ ചെയ്തിട്ടില്ല. ഇനി ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ മദ്യനിരോധനമാണ്, പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ വ്യാജമദ്യം കഴിച്ച് മരിക്കുന്നത്. നമുക്ക് 2018 കോവിഡായിരുന്നു. കോവിഡ് സമയത്ത് എന്താണ്, അന്നിട്ട് സാനിറ്റൈസർ വരെ മനുഷ്യൻ വലിച്ചു കുടിക്കാൻ തുടങ്ങി. എന്താണ്, ഒരൊറ്റ ബാറും ഒരു സാധനവും ഇല്ലായിരുന്നു, ഒരു സാധനവും അന്ന് അവൈലബിൾ അല്ലായിരുന്നു. പക്ഷേ എന്താണ്, സാനിറ്റൈസർ വരെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. അന്നാണ് ഏറ്റവും കൂടുതൽ സെക്ഷൻ കേസുകൾ, 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന സെക്ഷൻ കേസുകളുണ്ട്. കാര്യം എന്താ, വാറ്റി കുടിക്കാനും ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടെത്താനും തുടങ്ങി. കാര്യം എന്തുകൊണ്ടാ, മനുഷ്യൻ എപ്പോഴും ഹാപ്പി ആയി മാത്രം
നിന്നാൽ മാത്രമേ അവന് മുൻപോട്ട് പോകാൻ കഴിയൂ. എപ്പോഴും അസംതൃപ്തനായി മാറുന്നു അപ്പോഴവന് തൻ്റെ സുഖം തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഇതൊന്നും ഇല്ലെങ്കിലും അടുത്തൊരു അഡിക്ഷൻസിലേക്ക് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും, ലഹരിക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ലഹരി നല്ലതിന് വേണ്ടി പോകണമെന്ന്. ഈ സമൂഹത്തിന് നല്ല ലഹരി നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകണം. ഈ സമൂഹത്തിൽ ഇത് ഇന്നില്ലെങ്കിൽ നമ്മൾ വേറെയുള്ള പല സാധനങ്ങളും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. പല കുട്ടികളും പലപ്പോഴും എന്താണ് നമ്മുടെ ടയർ ഒട്ടിക്കുന്ന പശ ലഹരിയാണത്, വലിച്ചു കയറ്റാറുണ്ട് പലപ്പോഴും. ഞാൻ പറയാൻ പാടില്ലെന്ന് പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് ചോദിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പം നമ്മൾ പല പല തരത്തിലുള്ള സാധനങ്ങൾ ലഹരിക്ക് വേണ്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമില്ല. ആ സാധനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, ഇത് ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പോകുന്നത്? നമ്മൾ എന്താണ് പെട്രോൾ വെച്ച് ഓടുന്ന ഒരു വണ്ടിക്കകത്ത് നമ്മൾ ഇച്ചിരി പൈസ കുറവുണ്ട് എന്ന് പറഞ്ഞ് ഡീസൽ മേടിച്ചൊഴിക്കാറുണ്ടോ? ഇച്ചിരി ഒരു 10 രൂപ കുറവുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് മേടിച്ച് പെട്രോളിന് പകരം ഡീസൽ മേടിച്ചൊഴിക്കാറുണ്ടോ? നിങ്ങൾക്കറിയാം അത് വണ്ടി കേടാകുമെന്നറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ശരീരത്തിന് കേടാകുമെന്ന് അറിയാവുന്ന നിങ്ങൾക്ക് എൻ്റെ ആരോഗ്യം നശിക്കുമെന്ന് അറിയുന്ന അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പടം ഉൾപ്പെടെ അടിച്ചു വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അത് പോയി മേടിക്കാൻ പോകുന്നത്? അതെനിക്ക് വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ എന്തിന് പ്രലോഭനങ്ങളുടെ പിന്നാലെ പോകുന്നു? അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല എന്നതല്ലേ? അബ്ദുൽ കലാം എന്ന് പറയുന്ന സാറ് നിങ്ങൾക്കറിയാം അല്ലേ, നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അദ്ദേഹം പത്രം വിറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ എന്തായിരുന്നു? മയക്കമരുന്ന് വിറ്റ് നടന്ന അല്ലെങ്കിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അപ്പോൾ എന്താണ് പലപ്പോഴും ചോദിച്ചു, ഇത് വേണോ, ഇച്ചിരി വേണോ ചോദിച്ചു. പക്ഷേ അദ്ദേഹം അത് നോ പറയാനായിട്ട് പറ്റി. അവിടെ അതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം നോ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയി മാറിയത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരനായ എന്താണ് ആരായി മാറിയത്? രാഷ്ട്രപതിയായി മാറിയത്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രലോഭനങ്ങളിലേക്ക് നിങ്ങൾ പോവുകയില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ വന്ന് ഉപയോഗിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് സർക്കാർ ഇതിൻ്റെ ടാക്സ് ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നത്, ഭയങ്കരമായിട്ട് വെച്ചത്. 50 രൂപയുടെ സാധനമൊക്കെ 2500 രൂപയ്ക്ക് ആക്കി വെച്ചിരിക്കുന്നതിന് എന്താണ്, നിങ്ങളത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ആരോഗ്യം പോയാലും കുഴപ്പമില്ല, ഞാനിത് ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമെന്ന് പറഞ്ഞ് മേടിക്കാൻ പോകുന്നത് എന്തിനാണ്? അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ലഹരികളിലേക്ക് പോകണ്ട. ചില മനുഷ്യന്മാർക്ക് എന്താണ് ഇത് ഉപയോഗിച്ച മനുഷ്യന്മാരുണ്ട്, അവർക്കത് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വിറയലും കാര്യങ്ങളുണ്ടാകും. അപ്പം എന്താണ്, അവരെയും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് കൂടി എന്താണ് അവരെയും കൂടി നമുക്ക് മാറ്റി എടുക്കണം, അവരെ ബോധവൽക്കരിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്നത്. യെസ്, അവസാനത്തെ 2 ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മോളെ ഒരു മിനിറ്റ്, ഈ കുട്ടി കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരാം. മോളെ ചോദിച്ചു എഴുന്നേറ്റ് ചോദിച്ചു. ഒരു മിനിറ്റേ, റെഡി. അവസാനത്തെ 2 ചോദ്യങ്ങളാണ്. വിശക്കുന്നില്ലേ? യെസ്, അവസാനത്തെ 2 ചോദ്യം മോളെ ചോദിച്ചു. പേര് പറയണേ. നമസ്തേ സാർ, എൻ്റെ പേര് ചന്ദ്രപ്രഭ. സാറിന് വന്നിരിക്കുന്ന കേസുകളിൽ ഇപ്പോൾ മൈനേഴ്സ് 16 to 17 ഇയേഴ്സ് ഓൾഡ് ഉണ്ടെങ്കിൽ അവരെ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് അവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ സാറിന് വന്ന കേസുകൾ അങ്ങനെ എത്ര പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്? അഡിക്ഷൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്താണെന്നും. നമ്മളിപ്പോൾ ഒരാളെ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ ഈ മയക്കമരുന്നിൽ പെട്ട് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിൽ പെട്ട് പോയി കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈഫിലേക്ക് അവർ പൂർണ്ണമായിട്ട് 100 പേരും പോയി കഴിഞ്ഞാൽ 100 പേരും 2-3 ആഴ്ചയൊക്കെ നന്നായിട്ട് ജീവിക്കും. പക്ഷേ അവരിൽ പൂർണ്ണമായിട്ട് റിക്കവറി ചെയ്യപ്പെടുന്നത് വെറും 20% മാത്രമായിരിക്കും. ബാക്കി 80% പേര് വീണ്ടും പഴയതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ബാക്കിയുള്ളവരെ കൂടി വീണ്ടും ബോധവൽക്കരിച്ചുകൊണ്ട്. കാര്യം വെച്ചാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ എന്താണ് എൻസൈമുകൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും, മുകളിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ അതനുസരിച്ച് ജീവിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിലേക്ക് എല്ലാ ദിവസവും മൊബൈൽ ഫോൺ വന്നിരിക്കട്ടെ, എല്ലാ ദിവസവും നിങ്ങളുടെ അച്ഛനും അമ്മയും വിളിക്കുന്ന ഒരു കുട്ടി വരുന്നുണ്ടിരിക്കട്ടെ. നിങ്ങൾക്ക് ആ സ്വഭാവം ഇല്ല, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളുടെ അച്ഛനും അമ്മയും വിളിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾ കാണുക എന്താണ്, ആ കുട്ടി വൈകിട്ട് 5 മണിക്ക് എല്ലാ ദിവസവും തൻ്റെ അച്ഛനെയും അമ്മയും ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കില്ലാത്തൊരു സ്വഭാവം ആ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കി എന്താണ്, അത് നിങ്ങൾ നോക്കിയാണ് അത് നല്ലൊരു സ്വഭാവമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ, നിങ്ങളും ആ 5 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും വിളിക്കാനായിട്ട്
തുടങ്ങും. ഇത് തന്നെയാണ് മോട്ടിവേഷൻസ്. അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് വരുന്നതിൽ 100 പേരും തിരിച്ചു വരും. പക്ഷേ എന്താണ്, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ വീണ്ടും പഴയതിലേക്ക് പോകും. അതെന്താണ്, അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ എല്ലാ മനുഷ്യരും, എല്ലാ സംഘടനകളും, ഗവൺമെൻറ്റും ഒക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ബാക്കി ആരും ഇങ്ങനെയുള്ളവരൊക്കെ വീണ്ടും അതിലേക്ക് പോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.